വേഗം പറയും. മേരെ പടോസ് में. ഓക്കെ, മേരെ പടോസ് में. വെരി ഗുഡ്. അപ്പൊ ഞാൻ മീനിങ് ചോദിക്കണേ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ മീനിങ് ചോദിക്കണേ. മേരി പഹ്ചാൻ കാ ബിസ്തി താ. അതിലെ മീനിങ് ഞാൻ ഇപ്പൊ ചോദിക്കും. ഒരു 2 മിനിറ്റ് ഒന്ന് നോക്കിക്കളി, പഠിച്ചതൊന്ന് നോക്കാം. നിങ്ങൾ പഠിച്ചതൊന്ന് നോക്കിയാൽ മതി. മഴ ആയിട്ട് കുറച്ച് കുട്ടികളെ കയറിയിട്ടുള്ളതുകൊണ്ട് എല്ലാരും കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ട് അല്ലേ? നേരമുക്കാലല്ലേ? ഉണ്ടല്ലോ, ഒന്ന് 2 ക്ലാസ് ഉണ്ട്. ആ ടീച്ചർമാർ ഇവിടെ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ടല്ലേ, അവരെക്കാളും ബുദ്ധിമുട്ടൊന്നും എനിക്കില്ലല്ലോ. അവിടെ തുടങ്ങിയാൽ എന്തൊക്കെ തോന്നലോ തുടങ്ങി. നീക്കി ഇരിക്കുക ആ ഉമ്മർ അയാൾ തോന്നലോ. Economy okay. യെസ്, എന്നാ പുസ്തകം അടിച്ചൊക്കെ ഞാൻ ചോദിക്കണേ, ഉത്തരം പറഞ്ഞോ. ശ്രീരാജ് പറയണം. ശ്രീരാജിനോടാണ് ചോദ്യം. ബിസ്തി എന്താ ശ്രീരാജ് പറഞ്ഞ? ബിസ്തി. ഹലോ ശ്രീരാജ്, ബിസ്തി, വാട്ട് ഈസ് മീനിങ് ഓഫ് ബിസ്തി? ശ്രീരാജ് പറയൂ, പറയാം. ശ്രീരാജ് പറയൂ, ബിസ്തി. ശ്രീരാജ്, ശ്രീരാജിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടോ? ഹലോ, ശ്രീരാജ് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നാസർ സാറിനൊന്ന് വിളിച്ചോണ്ടി കേട്ടോ. അടുത്തത് മഹമ്മൂദ് ബക്കർ. മഹമ്മൂദ് ബക്കർ, എന്താ ബക്കറെ ബിസ്തി എന്നതിന്റെ മീനിങ്? വാട്ടർ കാരിയർ. വാട്ടർ കാരിയർ. യെസ്, വെരി ഗുഡ്. ഓക്കെ, അടുത്ത് മർവ സെയ്തൽവി പറയട്ടെ. അടുത്ത ചോദ്യത്തിന് ഉത്തരം മർവ സെയ്തൽവി. സീഞ്ചിന. മർവ പറഞ്ഞ സീഞ്ചിന. നനക്കുക. യെസ്, വെരി ഗുഡ്. നനക്കുക, കറക്റ്റ് ആൻസർ. അടുത്ത അനന്യ പറയട്ടെ. അനന്യ, അടുത്ത ചോദ്യം അനന്യക്കാണ്. മഷ്ക്. അനന്യ പറയൂ, മഷ്ക്.
സർ കുടം. യെസ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം മനുരാജ് പറയട്ടെ. മനുരാജ് കേട്ടോ. മനുരാജ്. ഗുസ്സ. ഗുസ്സ. മനുരാജ്. ഗുസ്സ. മനുരാജ്. മനുരാജ്. ഓക്കെ, മനുരാജും ക്ലാസ് കഴിഞ്ഞ ശേഷം നാസാറിന് വിളിക്കോണ്ടി. ഹലോ മനുരാജ. അമൻ റോസ്. അടുത്ത അമൻ റോസ് പറഞ്ഞ ഗുസ്സന്റെ അർത്ഥം. അമൻ റോസ് പറഞ്ഞ. മനുരാജ് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് മനുരാജ്. പറഞ്ഞാ മതി. എന്ത് പറഞ്ഞാ മതി. നിങ്ങൾ എല്ലാരും മ്യൂട്ട് ആക്കിയിട്ട് പറഞ്ഞാ മതി. അൺമ്യൂട്ട് ആക്കിയിട്ട് പറഞ്ഞാ മതി. അവന്റെ മൈക്ക് കേടാന്ന് ഇരിക്കുന്നു. അവന്റെ മൈക്ക്. ഓക്കെ. ബ്ലൂ എടുക്കരുതിട്ടാ. ഈ കണ്ണൊന്ന് തുടച്ചാട്ടി. വേറുള്ള ആൾക്കാരെ മ്യൂട്ടാക്കിട്ട. മ്യൂട്ടാക്ക്. സംസാരിക്കല്ലേ. ഞാൻ ചോദിക്കുന്ന ആളുകൾ മാത്രം തുറന്നാ മതി. ഓക്കെ. അക്ഷയ് പറയൂ. അക്ഷയ്. ഞാൻ ചോദിക്കുന്ന വാക്ക് പറഞ്ഞാൽ മതി. അക്ഷയ്. ചീർഡാൽന. ചീർണ. അക്ഷയ് പറയൂ. ചീർണ. ചീർണ. അക്ഷയ്. അറിയില്ലെങ്കിൽ അറിയില്ലാന്ന് പറയാം. അറിയില്ലെങ്കിൽ അറിയില്ലാന്ന് പറയണം. മിണ്ടാതിരിക്കരുത്. യെസ്. അടുത്തത് മിൽസ പറയും. മിൽസ. മിൽസ. മിൽസ റഹ്മാൻ പറയൂ. ചീർണ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ചീർ. ചീർഡല്ല. ചീർ എന്നുള്ളതിന്റെ അർത്ഥം. മിൽസ, ക്യാൻ യു ഹിയർ? മിൽസ, നീ കേൾക്കുന്നുണ്ടോ? മിൽസ, ഈ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചാൽ കേട്ടോ. അടുത്ത് അൻഷാദ് അലി. അൻഷാദ് അലി. അൻഷാദ് അലി പറയൂ. ചീർ. ചീർണ. അൻഷാദ് അലി. ആഹ്ലാദം. ആഹ്ലാദം അല്ല. അടുത്ത് ഫെബിന പറയൂ. ഫെബിന. ചീർണ. ചീർണ പറഞ്ഞ കീറുക. കീറുക. ഓക്കെ, വെരി ഗുഡ്. അടുത്ത് നിഷ്മ നൗറിൻ പറയണ അടുത്ത ചോദ്യം. നിഷ്മ നൗറിൻ. നിഷ്മ നൗറിൻ പറയണ തൽവാർ. തൽവാർ. വാള്. യെസ്, വെരി ഗുഡ്. അടുത്തത് കൂൻ കർണ. കൂൻ കർണ. ഷബീർ അഹമ്മദ് ഉണ്ടോ? ഷബീർ അഹമ്മദ്. കൂൻ കർണ. ഷബീർ അഹമ്മദ് ഉണ്ടോ? കൂൻ കർണ അർത്ഥം പറയണ്ടെങ്കിൽ. ഇത് കാണുന്നില്ല. ഓക്കെ. ഫാത്തിമ മെഹ്താബ് പറയൂ. ഫാത്തിമ മെഹ്താബ് പറയൂ. കൂൻ കർണ.
കൊല്ലുക. കൊല്ലുക. യെസ്, വെരി ഗുഡ്. അടുത്ത ഷഹ്മാസ് പി പറയണം. ഷഹ്മാസ് പി പറയണം. അടുത്ത ചോദ്യത്തിന് ഉത്തരം. ലട്ടക്ക ദിയ ഹെ. ലട്ടക്കിന ഷഹ്മാസ് പറയൂ. ഷഹ്മാസ്. പറയൂ. ലട്ടക്കിന. അറിയില്ല. റിനു മോള് പറയൂ. റിനു പറയൂ. പറയൂ. ലട്ടക്കിന. റിനു. അറിയില്ല. ശിവാനി പറയൂ. ലട്ടക്കിന. ശിവാനിക്ക്. അറിയില്ല. അമൻ റോസ് പറയൂ. അമൻ റോസ്. സാറേ എന്താ പറയണ്ടേ? ലട്ടക്കിന എന്നതിന്റെ മീനിങ്. ലട്ടക്കിന അറിയില്ല. തൂക്കിയിടുക. തൂക്കിയിടുക. ഓക്കെ. മേഘ പറഞ്ഞു. അടുത്ത ചോദ്യം മേഘ. ലാഷ്. മേഘ പറഞ്ഞ ലാഷ്. മേഘ പറയൂ. മേഘ പറയൂ. അറിയില്ല. അടുത്ത റിദ ഫരിഹ പറയൂ. റിദ ഫരിഹ പറയൂ. റിദ ഫരിഹ. നിയ കേപ്പി പറയൂ. നിയ പറയൂ. ലാഷല്ലേ? ഓക്കെ. ലാഷ്. ശവം. ശവം. ഓക്കെ. ശവം. ലാസ്റ്റ് ക്വസ്റ്റ്യന് പേട്ട്. ലെന പറയൂ. ലെന റീം. പേട്ട്. ലെന പറയൂ. പേട്ട്. ലെന. അമൽ നജാദ് പറയൂ. പേട്ടിന്റെ അർത്ഥം. വയർ. യെസ്, വയർ. വെരി ഗുഡ്. ഇനി 2-3 ആളുകൾ വായിപ്പിക്കണേ. മയൂക്ക വായിക്കൂ. മേരി പഹ്ചാൻ का അവിടുന്ന് വായിക്കൂ. മയൂക്ക. मेरी पहचान का बिश्ती था चिराग अली, बेहद सीधा सादा आदमी, रोज सुबह शाम नहर का पानी अपनी मशक में भरता और अल्लाह के गुण गाता हुआ सड़कों को सींचा करता। गाने के लिए जो भी रूखी सूखी मिल जाती उसी को गले के नीचे उतार अपने में मग्न रहता। एक रोज दिल्ली के बड़े हकीम हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे, चिराग अली सड़क सींच रहा था। उसने हडसन साहब को सलाम नहीं किया, ईश्वर के गुण गाता रहा। हडसन साहब को जो गुस्सा आया, उन्होंने अपनी तलवार से अभागे चिराग अली का पेट चीर डाला और उसकी लाश दिल्ली दरवाजे पर टांग दी। इन्हीं हडसन साहब ने बादशाह बहादुर शाह जफर के दोनों बेटों
शहजादा फजल और मिर्जा अबू बकर का भी गुण कर उनके सिर दिल्ली दरवाजे पर लटका दिए थे। हडसन को हिंदुस्तानियों का गुण करने में बड़ा मजा आता था। Yes, very good. Next, Nasih Amin. Okay. Nasih Amin. Okay. Nasih Amin വായിക്കണ്ടോ? ആദിത്യദേവ് വായിക്കും. ആദിത്യദേവ് വായിക്കും. എവിടെയാണ്? മേരി പഹ്ചാൻ കാ ബിസ്തി, പേജ് നമ്പർ 32. मेरी पहचान का बिस्तिदा, चिराग अली, बेहद सीधा आदमी, रोज सुबह शाम नहर का पानी अपनी मशक में भरता और अल्लाह के गुण गाता हुआ सड़कों को सीधा करता। जाने के लिए जो सूखी मिल जाती उसको जलों के नीचे में मग्न रहता। एक रोज दिल्ली के बड़े हाकिम हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे। चिराग अली सड़क सींचे रहा था। उसने हडसन साहब को सलाम नहीं किया। ईश्वर के गुण गाता रहा। हडसन साहब के जो गुस्सा आया, उन्होंने उसका तलवार से अबागे तलवार से अपनी तलवार से अबागे चिराग अली का पेट चीर डाला और उसकी लाश दिल्ली दरवाजों पर टांग दी। हडसन साहब ने बादशाही बहादुर का सफर के दोनों बेटों शहजादा फजल और मिर्जा अबू बकर का भी गुण कर उनके सिर दिल्ली दरवाजे पर लटका दिए थे। हडसन को हिंदुस्तानियों का गुण करते में बड़ा मजा आता था। Yes, very good.
ഓക്കെ, അടുത്ത് ഡോണ വായിക്കുക. ഡോണ. ഡോണ വി. ഡോണ. ഡോണ വായിക്ക്. ഫാത്തിമ റിദ കേക്കെ. ഫാത്തിമ റിദ കേക്കെ വായിക്ക്. ഫാത്തിമ റിദ. सर हाँ वाइके. मेरी पहचान का बिश्तीदार चिराग अली, बेहद सीधा आदमी, रोज सुबह शाम नहर का पानी अपनी मशाक में भरता और मस्क में. अल्लाह के गुण गाता हुआ सड़कों को सींचा करता। गाने के लिए जो भी रूखी सूखी मिल जाती उसी को गले के नीचे उतार गले के नीचे उतार अपने में मगन रहता। एक रोज दिल्ली के बड़े हाकिम हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकले रहे थे। चिराग अली सड़क सींच रहा था। उसने हडसन साहब को सलाम नहीं किया, ईश्वर के गुण गाता रहा। हडसन साहब को जो गुस्सा आया, उन्हें अपनी तलवार से अबागे चिराग अली का पेट चीर डाला और उसकी लाश दिल्ली दरवाजे पर टांग दी। इन्हीं हडसन साहब ने बादशाह बहादुर शाह जफर के दोनों बेटे शहजादा फजल और मिर्जा अबू बकर का भी गुण कर उनके सिर दिल्ली दरवाजों पर लटका दिए थे। हडसन को हिंदुस्तानियों का गुण करने में बड़ा मजा आता था। യെസ്, വെരി ഗുഡ്. അത്ര മതി. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കി. ഇനി ബാക്കി അടുത്ത ക്ലാസ് നമുക്ക് വായിപ്പിക്കാം. കുറേശ്ശെ ഇങ്ങനെ വായിപ്പിച്ചിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. मेरी पड़ोस में नाइबर पड़ोस अयൽവക്കം രണ്ട് ടെസ്റ്റ് ഉണ്ട് അവിടെ. पड़ोस अयൽവക്കം രണ്ടെണ്ണുണ്ട്. പച്ചുവിന്റെ കൊണ്ടുണ്ട്. मेरे पड़ोस में
उसमें औरत ബാക്കിയുള്ള ആൾക്കാർക്ക് മ്യൂട്ട് ആക്കി കളി ഈ അൺമ്യൂട്ട് ആക്കല്ലേ ആരും അച്ഛൻ പേര് എല്ലാവരും ശബ്ദം യെസ് ഒറ്റക്ക് अकेली ഒറ്റക്ക് औरत स्त्री നേരത്തെ പറഞ്ഞു दूसरों के घर में झाड़ू लगाकर झाड़ू लगाना എന്നാൽ അടിച്ചു വാരുക ടു സ്വീപ്പ് झाड़ू लगाना ടു സ്വീപ്പ് അടിച്ചു വാരുക झाड़ू लगाना पेज नंबर 33 फर्स्ट पैराग्राफ पेज नंबर 33 फर्स्ट पैराग्राफ അതിലെ മൂന്നാമത്തെ വരിയിൽ എന്താണ് പറയേണ്ടത് झाड़ू लगाना അടിച്ചു വാരുക ടു സ്വീപ്പ് എന്ന് പറയും ഇംഗ്ലീഷിൽ झाड़ू लगाना അടിച്ചു വാരുക പതി എന്ന് പറഞ്ഞ ഭർത്താവ് പതി ഭർത്താവാണ് ഓ പതി ഹസ്ബൻഡ് പതി किसी तरह से अपनी गुजर बसर എന്നാൽ നിത്യവൃത്തി അല്ലെങ്കിൽ ഉപജീവനം ലൈവ്ലിഹുഡ് गुजर बसर ലൈവ്ലിഹുഡ് നിത്യവൃത്തി അല്ലെങ്കിൽ ഉപജീവനം ഓക്കെ गुजर बसर करती थी लेकिन जब घर ही नहीं बस्ती की बस्ती मीन्स कॉलोनी बस्ती कॉलोनी അല്ലെങ്കിൽ बस्ती സ്റ്റക്കായോ ക്ലിയർ ഇല്ല റെഡി ആയോ बस्ती കോളനി ക്ലിയർ ഇല്ല ഹലോ ചെക്കായോ കേൾക്കണില്ലേ ആ ഓക്കെ ഇപ്പൊ ചെക്കില്ല ഓക്കെ ബസ്തി എന്ന് പറഞ്ഞാൽ കോളനി ക്ലിയർ ആയി ബസ്തി കോളനി
ബേൺ, കത്തിക്കുക. ഭൂക്ക്, ഭൂക്ക് വിശപ്പ്. വീണ്ടും ആയില്ലേ? ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ടോ? ഭൂക്ക്, ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ്. വിശപ്പ്. आज उसके यहाँ मैंने 10 रोटियां पहुंचाई. दूसरी जो 10 रोटियां बची उसे मेरे दोनों बेटों और हिस्सा എന്ന് പറഞ്ഞാൽ ഭാഗം, പങ്ക്. ഹിസ്സ പങ്ക്, ഭാഗം. ഹിസ്സ ഹിസ്സ ഭാഗം. പങ്ക്. मेरे समय थर्ड रोटी, थर्ड എന്ന് പറഞ്ഞാൽ ഒന്നര, ഒന്നര റൊട്ടി. തേർഡ് റൊട്ടി, തേർഡ് എന്ന് പറഞ്ഞാൽ ഒന്നര, തേർഡ് ഒന്നര. थर्ड रोटी आई. फिर भी तसल्ली थी. तसल्ली ना सैटिस्फैक्शन, तसल्ली सैटिस्फैक्शन. संतृप्ति, आश्वाസം. തസല്ലി ആശ്വാസം അല്ലെങ്കിൽ സംതൃപ്തി. मेरी रोटियों से मेहरनिसा और उसकी 2 बेटियों की भूखा तो बुझी. मेरा क्या, मेरी तो भूखा रहने की आदत हो गई थी. आदत എന്ന് പറഞ്ഞാൽ ശീലം, ഹാബിറ്റ്. ആദത്ത്, ഹാബിറ്റ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ ആയില്ലേ? കേൾക്കുന്നില്ലേ? യെസ്, ഓക്കെ. നോക്കാം. देखिए ആ ഒരു പാരാഗ്രാഫ് മതി, നോക്കാം. मेरे पड़ोस में मिर्जा गालिब പറയണേ, मिर्जा गालिब പറയണേ, मेरे पड़ोस में, എന്റെ അയൽവക്കത്ത്, गरीब औरत मेहरनिसा रहती थी. एक गरीब औरत, ഒരു പാവപ്പെട്ട സ്ത്രീ മെഹർനിസ താമസിച്ചിരുന്നു. എന്താ പറഞ്ഞത്? മേരെ പടോസ് മേ, എന്റെ അയൽവക്കത്ത്,
एक गरीब औरत, एक गरीब औरत, ഒരു പാവപ്പെട്ട സ്ത്രീ, അവളെ പേരാണ് മെഹറുന്നിസ, രതിഥി താമസിച്ചിരുന്നു. കിസ്കെ പടോസ് में, किसके पड़ोस में, ഒന്ന് ചാറ്റ് ചെയ്താണ്. किसके पड़ोस में, ഓക്കെ വെരി ഗുഡ്. നിജാദ് പറഞ്ഞു, അമൽ നിജാദ് പറഞ്ഞു മിർസ ഗാലിബ് के पड़ोस में. ഓക്കെ, മിർസ ഗാലിബ് के पड़ोस में कौन रहती थी? ഞാൻ അടുത്ത ചോദ്യം, മിർസ ഗാലിബ് के पड़ोस में कौन रहती थी? മിർസ ഗാലിബ് के पड़ोस में മെഹർനിസ എന്നെ പറഞ്ഞു, മെഹർനിസ रहती थी. ഓക്കെ വെരി ഗുഡ്, മനസ്സിലാകണ്ടല്ലോ. ഇനി നിങ്ങളുടെ ചോദ്യം, മേരെ എന്നുള്ളത് ഏത് സർവനാമം പ്രത്യയം ചേർന്നതാ? മേരെ സർവനാമം പ്രത്യയം ചേർന്നതാണ് മേരെ എന്നത്. ആരാ പറയാം? മേ പ്ലസ് കെ. യെസ്, അതിന്റെ പറഞ്ഞു മേ പ്ലസ് കെ. വെരി ഗുഡ്. ഇനി എന്റെ അടുത്ത ചോദ്യം, അവിടെ എന്തുകൊണ്ടാ കെ വന്നത്? അതൊന്ന് പറയണേ റിനു മോളെ, അവിടെ എന്തുകൊണ്ടാ കെ വന്നത്? മേ പ്ലസ് കെ, അവിടെ എന്തുകൊണ്ട് കെ വന്നു? ഒന്ന് പറഞ്ഞാണി ആരാശാല്. എന്തുകൊണ്ട് കെ വന്നു? പഡോസ് പ്ലൂരൽ ആയതുകൊണ്ട്. നോ, അയൽവക്കം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അയൽവക്കം എന്ന് പറഞ്ഞു, അയൽവാസികൾ എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ അയൽവക്കക്കാർ എന്ന് പറഞ്ഞില്ല. സ്ത്രീലിംഗം ആയതുകൊണ്ടല്ല, സ്ത്രീലിംഗം വരുമ്പോ കെ അല്ലേ വരല്ലേ? മേ വന്നോണ്ട്. യെസ്, ആരാ പറഞ്ഞത്? ആ ജൽവ പറഞ്ഞു. മേ വന്നത് കൊണ്ട്. യെസ്, കണ്ടോ അവിടെ രണ്ട് പ്രത്യയം വരുമ്പോ അല്ലേ? ആ രണ്ട് പ്രത്യയം അനന്യ പറഞ്ഞു, രണ്ട് പ്രത്യയം ഒന്നിച്ചു വന്നാൽ, തൊട്ടടുത്ത് വന്നാല് രണ്ട് പ്രത്യയങ്ങൾ തൊട്ടടുത്ത് വരുമ്പോ ആദ്യത്തെ കെ മാറും. ശരിക്കും വേണ്ടത് മേരാ പഡോസ് എന്നാണ്, മനസ്സിലാണ്ടോ? മേരാ പഡോസ് എന്നാണ് വേണ്ടത്. പക്ഷെ അവിടെ മേരെന്ന് പറയാൻ കാരണം പടോസിന്റെ ശേഷം എന്ത് വന്നു? മേ വന്നു. അതാണ് രണ്ട് പ്രത്യേകം തൊട്ടടുത്ത് വരുമ്പോ ആ എന്നുള്ളത് അല്ലെങ്കിൽ ക എന്നുള്ളത് കെ ആയി മാറും. മേരെ. ഓക്കെ, മേരെ പടോസ് മേ एक गरीब औरत മെഹർനിസ रहती है. എന്റെ അയൽവക്കത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ മെഹർനിസ താമസിക്കുന്നു. उसके पति की मौत को 7 साल हुए. അവളുടെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായിട്ടുണ്ട്. ആരെ ഭർത്താവ്? കിസ്കെ പതി, കിസ്കെ പതി, കിസ്കെ പതി. ആ ഓക്കെ, മെഹർനിസ के पति है. മെഹർനിസ के पति की मृत्यु അല്ലെങ്കിൽ മൗത്ത് ഹുയേ 7 സാൽ ഹുയേ. മെഹർനിസയുടെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി. മരണം ഉണ്ടായിട്ട് 7 വർഷമായി. അവിടെയും കണ്ടോ ഉസ്കെ? അവിടെ എന്തുകൊണ്ടാ ഉസ്കെ വന്നേ? ഉസ്കെ എന്നുള്ളത് ഏത് തമ്മിൽ ചേർന്നിട്ട് ഇതാ ഏത് സർവനാമം പ്രത്യയം ചേർന്നാണ് ഉസ്കെ? ഉസ്കെ എന്നുള്ളത് ഏത് സർവനാമം പ്രത്യയം ചേർന്നതാ? ആ വഹ് പ്ലസ് കെ. യെസ്, വെരി ഗുഡ്, വഹ് പ്ലസ് കെ. ഓക്കെ, അവിടെ എന്തുകൊണ്ടാ കെ വന്നത്? അവിടെ എന്തുകൊണ്ടാ കെ വന്നത്? കെ എന്തുകൊണ്ട് വന്നു? കെ എന്തുകൊണ്ട് വന്നത്? പറയൂ, കെ എന്തുകൊണ്ടാ വന്നത്? അവിടെ കീ വന്നതുകൊണ്ട് മാത്രല്ല, കീ വന്നാലും വരും. അവിടെ പതി എന്നുള്ളത് ഭർത്താവിനെ ബഹുമാനിക്കണം. റെസ്പെക്ട്. യെസ്, ക്ഷമ പറഞ്ഞ. ഓക്കെ, ബഹുമാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ? പതി ഭർത്താക്കന്മാരൊക്കെ ബഹുമാനിക്കണം. ഭാര്യമാരെ ബഹുമാനിക്കണ്ട, സ്നേഹിച്ചാ മതി അല്ലേ? ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നാണ്. ഓക്കെ, ഭർത്താവിന് ബഹുമാനൊക്കെ ഉണ്ട് ഉസ്കെ പതി. പിന്നെ രണ്ട് പ്രത്യേകങ്ങളുണ്ട്, അത് വേറെ അതുണ്ട്.
അപ്പൊ നോക്കാം, ഉസ്കെ പതി കി മൗത്ത് കോ 7 സാൽ ഹുയേ ഹേ, അവളുടെ ഭർത്താവിന്റെ മരണം ഉണ്ടായിട്ട് 7 വർഷം. കിത്തിനെ സാൽ 7 സാൽ 7 സാൽ. അഖേലി ഔരത്ത്, ഏകാന്തയായ സ്ത്രീ. അഖേലി എലോൺ, തനിച്ചാണ് സ്ത്രീ. ഭർത്താവ് മരിച്ചു, പിന്നെ ഒറ്റക്കായി. दूसरों के घर में झाड़ू लगाकर, दूसरों के घर में झाड़ू लगाकर, മറ്റുള്ളവരുടെ വീട്ടിൽ ജാഡു ലഗാക്കർ, അടിച്ചു വാരിയിട്ട്, കിസി തരസെ, ഒരു വിധം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ, അപ്പിനി ഗുസർ ബസർ കഥ, തന്റെ നിത്യവൃത്തി അങ്ങനെ കഴിഞ്ഞു പോകുന്നു, കഴിച്ചു കൂട്ടുന്നു. ഈ മെഹർനിസ എന്ന സ്ത്രീ അടിച്ചു വാരിയിട്ടാണ് അവരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. അവരുടെ ഉപജീവനം കഴിഞ്ഞിരുന്നത് എങ്ങനെയാണ്? ദൂസരോं के घर में जाकर झाड़ू लगाकर अपने गुजर बसर करती थी, മനസ്സിലായോ? തന്റെ എന്തായിരുന്നു, മറ്റുള്ളവരുടെ വീട്ടിൽ അടിച്ചു വാരിയിട്ടാണ് ജീവിതം കഴിച്ചുകൂടിയ ഒരു വിധം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ, കിസി തറസെ, എങ്ങനെയൊക്കെയോ തന്റെ ജീവിതം അങ്ങനെ കഴിച്ചു കൂട്ടിയിരുന്നു. ലേഖിൻ ലേഖിൻ എന്നാൽ ജബ് ഗർ ഹീ നഹീ രഹേ, എന്നാൽ വീടൊന്നുമില്ലാതായി. ബസ്തിക്ക് ബസ്തിയാം ജലാദിക്ക്, ആ കോളനിയിലെ മുഴുവനും കത്തിച്ചു കളഞ്ഞു, എല്ലാ കോളനികളെയും കത്തിച്ചു കളഞ്ഞു. അപ്പൊ വീടില്ലാതായി. അപ്പോൾ മെഹർനിസ കാംന മിൽനസെ, മെഹർനിസക്ക് ജോലി കിട്ടാതായപ്പോൾ ഭൂകോ മരണലകെ, വിശന്ന് മരിക്കാൻ തുടങ്ങി. അതായത് ഇവര് ഇംഗ്ലീഷുകാർ എന്ത് ചെയ്ത, കോളനി മൊത്തം തീ കൊടുത്തി, എന്താ വീടുകളൊക്കെ കത്തിച്ചു കളഞ്ഞു. ആ വീട്ടിലൊക്കെ പോയി അടിച്ചെരിഞ്ഞിരുന്നു മെഹർനിസ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇവരെന്നായിട്ട് വന്നിട്ട് ആ വീടുകളൊക്കെ കത്തിച്ചു കളഞ്ഞു, ആ കോളനി തന്നെയാണ് കത്തിച്ചു കളഞ്ഞു. അപ്പൊ ഇവർക്ക് ജോലി ഇല്ല. ആർക്ക്? മെഹർനിസക്ക് ജോലി നഷ്ടപ്പെട്ടു. കാരണം എന്താ? വീടുണ്ടെങ്കിലല്ലേ അടിച്ചു തരാൻ പറ്റുള്ളൂ, വീടില്ലാതെ എന്താ അടിച്ചു തരാൻ, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ മെഹർനിസക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോ അവള് ഭൂക്കോ മരണലകെ, വിശന്ന് മരിക്കാൻ തുടങ്ങി. ആരാണ് വിശന്ന് തുടങ്ങിയ? മെഹർനിസ. എന്തുകൊണ്ടാണ് വിശന്ന് മരിക്കാൻ തുടങ്ങിയത്? ജോലി ഇല്ലാത്തതുകൊണ്ട്. കാംനമിൽനസെ, ജോലി ഇല്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ട് ജോലി കിട്ടിയില്ല? ബസ്തിക്ക് ബസ്തിയാം ജലാതി ഹെ, അല്ലെ? എല്ലാ കോളനികളും കത്തിച്ചു കളഞ്ഞു, എല്ലാ കോളനികളും കത്തിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവൾക്ക് എന്തില്ല? അവർക്ക് വീടില്ല. അപ്പൊ വീടുണ്ടെങ്കിലേ അടിച്ചുതരാൻ പറ്റുള്ളൂ. അങ്ങനെ അവളുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? ഭൂക്കം പറഞ്ഞില്ലേ, നോക്കാം. ദൂസരോं के लेकिन എന്നാൽ ജബ് ഗർ ഹീ നഹീ രഹേ, എന്നാൽ എപ്പോഴാണ് വീടൊന്നും തന്നെ ഇല്ലാത്തത്? ബസ്തിക്ക് ബസ്തിയാം, എല്ലാ കോളനികളും ജലാദീകൈ, കത്തിച്ചു കളഞ്ഞോ. അപ്പോൾ മെഹർനിസ കാംന മിൽനസെ, മെഹർനിസക്ക് ജോലി കിട്ടാതായപ്പോൾ ഭൂകോ മരണലകെ, വിശന്ന് മരിക്കാൻ തുടങ്ങി. മെഹർനിസക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്തു? വിശന്ന് മരിക്കാൻ തുടങ്ങി. ആജ് ഉസ്കെ യഹാം, ഇന്ന് അവളടുത്തേക്ക് मैंने 10 रोटियां पहुंचाई, ഞാൻ 10 റൊട്ടി എത്തിച്ചു. 10 റൊട്ടി ഞാൻ കൊടുത്തയച്ചു. ആര്? മിർസ ഗാലിബ്. ആർക്ക്? മെഹർനിസക്ക്. കാരണം മെഹർനിസ അപ്പൊ പട്ടിണിയാണ്, പട്ടിണിയിലായിട്ട് മരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വിശന്ന് മരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ കയ്യിലുള്ള 10 റൊട്ടി ആണ് കൊടുത്തയച്ചു, എത്തിച്ചു. ദൂസരി ജോ 10 റൊട്ടിയാൻ പറ്റി, പിന്നെ മറ്റു 10 റൊട്ടി ബാക്കിണ്ടായിരുന്നു, വേറെ 10 റൊട്ടി ബാക്കിണ്ടായിരുന്നു. 10 റൊട്ടി ഞാൻ മെഹർനിസക്ക് കൊടുത്തയച്ചു, പിന്നെ ഒരു 10 റൊട്ടി ബാക്കിണ്ടായിരുന്നു. റൊട്ടിക്ക് ഒരുപാട് അർത്ഥം ഉണ്ട് കേട്ടോ. റൊട്ടി എന്നുള്ള അർത്ഥം തന്നെ ഉണ്ട്, പിന്നെ എന്താ പറയാ ഭക്ഷണം എന്നുള്ള അർത്ഥമുണ്ട്, ചപ്പാത്തി എന്നുള്ള അർത്ഥം ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഏത് അർത്ഥം കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു 10 റൊട്ടി തന്നെ. ദൂസരി 10 റൊട്ടിയാൻ പറ്റി, 10 റൊട്ടി ബാക്കിണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഉസ്സെ, അതുകൊണ്ട് ഉസ്സെ വഹ് പ്ലസ് അല്ലേ,
वर्ब प्लस എന്ത് ഉസ്സെ മേരെ ദോനോ ബേഠോ എന്റെ രണ്ട് മക്കള് മിർസ ഗാലിബിന്റെ രണ്ട് മക്കള് അവർ നൗക്കറും കാം ചല വേലക്കാരുടെയും ജോലി നടന്നു വേലക്കാരുടെയും ജോലി നടന്നോണെന്താ അവര് തിന്നു നടത്താം അല്ലെ അവര് ഭക്ഷിച്ചു എന്ത് എന്റെ രണ്ട് മക്കളും എന്റെ വേലക്കാരും എന്ത് ചെയ്തു ഈ 10 റൊട്ടി കൊണ്ട് കഴിച്ചു മനസ്സിലാണോ മിർസ ഗാലിബ് പറഞ്ഞ 10 റൊട്ടി ഞാൻ ആർക്ക് കൊടുത്തയച്ചു മെഹർനിസ കൊടുത്തയച്ചു ബാക്കി 10 റൊട്ടി ഉണ്ട് അതുകൊണ്ട് എന്റെ രണ്ട് മക്കളും എന്റെ വേലക്കാരും അവരുടെ ജോലി നടന്നു പറഞ്ഞാൽ എന്താ അവരുടെ വിശപ്പകറ്റി മേരെ ഇഷ്ടമേ എന്റെ ഭാഗത്തായിട്ട് എനിക്കായിട്ട് 3rd റൊട്ടിയായി 1.5 റൊട്ടി എനിക്ക് എത്തിയത് എനിക്ക് തിന്നാൻ കിട്ടിയത് 1.5 റൊട്ടി ആർക്ക് മിർസ ഗാലിബിന് മനസ്സിലാ മിർസ ഗാലിബിന് തിന്നാൻ കിട്ടിയത് 1.5 റൊട്ടി അതാണ് മേരെ ഇഷ്ടമേ എന്റെ ഭാഗത്ത് എനിക്കായിട്ടുള്ളത് എന്റെ പങ്ക് എത്രയാ 1.5 റൊട്ടി ഫിർബി എന്നാലും അല്ലെങ്കിൽ എങ്കിലും ഫിർബി എന്നിട്ടും അല്ലെങ്കിൽ എങ്കിലും തസല്ലിത്തി ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ഒരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു എന്താ സംതൃപ്തി മേരി റൊട്ടിയോംസെ എന്റെ ഈ റൊട്ടി കൊണ്ട് എന്റെ ഈ ഭക്ഷണം കൊണ്ട് മെഹർനിസ और उसकी 2 बेटियों की भूख तबुची മെഹർനിസയും അവരുടെ 2 കുട്ടികളെയും വിശപ്പ് ശമിപ്പിച്ചു വിശപ്പ് അകറ്റി അങ്ങനെ ഒരു ആശ്വാസം എനിക്കുണ്ടായിരുന്നു എനിക്ക് സംതൃപ്തി ഉണ്ടായിരുന്നു എന്റെ ഈ റൊട്ടി ഉണ്ടല്ലോ എന്റെ ഈ റൊട്ടി കൊണ്ട് മെഹർനീസും അവരുടെ 2 പെൺകുട്ടികളും കഴിച്ചു അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു അതാണ് പറഞ്ഞത് ഹിർബി എങ്കിലും തസല്ലിത്തി എനിക്ക് സംതൃപ്തിയായിരുന്നു ആശ്വാസമായിരുന്നു മേരി റൊട്ടിയോംസെ എന്റെ ഈ റൊട്ടി കൊണ്ട് മെഹർനീസ और उसकी 2 बेटियों की മെഹർനീസയും അവരുടെ 2 മക്കളുടെയും ഭൂക്ക് തപിച്ച് വിശപ്പ് അകറ്റല്ലോ വിശപ്പ് ശമിപ്പിച്ചല്ലോ അത് മതി എനിക്ക് അതുകൊണ്ട് എനിക്ക് ആശ്വാസമാണ് അല്ലെങ്കിൽ സംതൃപ്തിയാണ് മേരയ്ക്ക എനിക്കെന്താ മേരിത്തോ ഭൂക്കാരെ എനിക്ക് ആദത്തോ എനിക്ക് വിശന്നിരിക്കാനുള്ള ഒരു ശീലം വന്നു മിർസ ഗാലിബ് പറയാം എനിക്കെന്താണ് വിശന്നിരിക്കാനുള്ള ഒരു ശീലം എനിക്ക് വന്നുപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാല് എന്താ ഒരുപാട് വിശപ്പ് സഹിച്ചിട്ടുണ്ട് എന്നർത്ഥം ആര് മിർസ ഗാലിബ് അപ്പൊ എനിക്ക് 1.5 റൊട്ടി മതി എന്നാണ് അയാൾ പറഞ്ഞതിന്റെ അർത്ഥം ഓക്കെ മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ് മിർസ ഗാലിബിന്റെ ലക്ഷ്യം ഒക്കെ ഒന്നുകൂടി നോക്കിയാൽ പേര് मेरे पड़ोस में एक गरीब औरत मेहरनिसा रहती है मेरे पड़ोस में എന്റെ അയൽവക്കത്ത് एक गरीब औरत ഒരു പാവപ്പെട്ട സ്ത്രീ മെഹർനിസ രഹती है മെഹർനിസ താമസിക്കുന്നു അപ്പൊ മിർസ ഗാലിബ് പറയാണ് എന്റെ അയൽവക്കത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ ആയിട്ടുള്ള മെഹർനിസ താമസിക്കുന്നു ഉസ്കെ പതി की मौत को 7 साल हुए हैं ഉസ്കെ പതി की അവരുടെ ഭർത്താവ് അവളുടെ ആ സ്ത്രീയുടെ ഭർത്താവിന്റെ മൗത്ത് को മരണം ഉണ്ടായിട്ട് 7 साल हुए 7 വർഷമായി അതായത് മെഹർനിസാന്റെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു അഗേലി ഔരത്ത് ഏകാന്തയായ സ്ത്രീ ഒറ്റക്കാണ് താമസം ഈ സ്ത്രീ ഈ മെഹർനിസ ദൂസരോക്കെ ഗർമേ മറ്റുള്ളവരുടെ വീട്ടിൽ ജാഡു ലഗാക്കർ അടിച്ചു വാരിയിട്ട് മറ്റുള്ളവരുടെ വീട്ടില് അടിച്ചു വാരിയിട്ട് കിസി തരസെ എങ്ങനെയൊക്കെയോ അപ്നി ഗുസർ ബസർ കത്തി തന്റെ നിത്യവൃത്തി കഴിച്ചു കൂട്ടിയിരുന്നു അല്ലെങ്കിൽ തന്റെ ഉപജീവനം അങ്ങനാണ്ട് കഴിഞ്ഞു പോയിരുന്നു മനസ്സിലാ എങ്ങനെ കഴിഞ്ഞിരുന്നു മറ്റുള്ളവരുടെ വീട്ടില് എങ്ങനെയാണ് ഈ മെഹർനിസാന്റെ ഉപജീവനം കഴിഞ്ഞു വരുന്നത്
ദൂസരം കെ ഗർമേ ജാഡു ലഗാക്കർ. ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടോ, ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ദൂസരം കെ ഗർമേ ജാഡു ലഗാക്കർ, മറ്റുള്ളവരുടെ വീട്ടിൽ അടിച്ചു വാരിയിട്ടാണ് മെഹർനിസ അപ്പനി ഗുസർ ബസർ കത്തിത്തി അല്ലെ, മെഹർനിസ തന്റെ നിത്യവൃത്തി കഴിച്ചു കൂട്ടിയിരുന്നത്. നിത്യവൃത്തി പറഞ്ഞാല് ഉപജീവന മാർഗം. ലേക്കിൻ എന്നാൽ ജബ് ഗർഹീനഹീം, വീടന്നെ ഇല്ലാതായി, ബസ്തിക്ക് ബസ്തിയാ ജലാ ദീഗൈ, കോളനി മുഴുവൻ കോളനിയും എല്ലാ കോളനികളും ജലാ ദീഗൈ കത്തിച്ചു കളഞ്ഞു. കോളനി മുഴുവൻ കത്തിച്ച് കളഞ്ഞു. ആ കോളനി കത്തിച്ച് പറഞ്ഞാൽ കോളനിയിലെ വീടുകളടക്കം മൊത്തം കത്തി എന്നർത്ഥം. അപ്പോൾ മെഹർനിസ ഖാംനമില്ലസെ, മെഹർനിസക്ക് ജോലി കിട്ടാതെ ഭൂക്കോം വിശന്ന് മരിക്കാൻ തുടങ്ങി. അപ്പൊ മെഹർനിസക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ എന്താ, വീട് പോയിട്ട് അടിച്ചു വരിക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ വീടുകളൊന്നും ഇല്ല, ഒക്കെ ഇംഗ്ലീഷുകാർ കത്തിച്ചു കളഞ്ഞു. ആ ബ്രിട്ടീഷുകാർ അത് കത്തിച്ചു കളഞ്ഞത് കണ്ട് അവൾക്ക് ജോലി നഷ്ടപ്പെട്ടു. അപ്പൊ അവൾ എന്ത് ചെയ്തു, വിശന്ന് മരിക്കാൻ തുടങ്ങി. ആജ് ഉസ്കേ യഹാം, ഇന്ന് അവളടുത്തേക്ക് मैंने 10 रोटियां पहुंचाई, मैंने 10 रोटियां पहुंचाई, ഞാൻ 10 റൊട്ടി അങ്ങ് എത്തിച്ചു. ആരെ? മിർസാകാരിന്. കിസ്കോ? മെഹർനിസ को. മനസ്സിലായോ? മെഹർനിസ को 10 रोटियां पहुंचा दी, 10 റൊട്ടിയാണ് എത്തിച്ചു. दूसरी जो 10 रोटियां बची, പിന്നെ ഒരു 10 റൊട്ടി ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഒരു 10 റൊട്ടി ബാക്കിയുണ്ടായിരുന്നു. ഉസ്സെ ബച്ചന എന്ന് പറഞ്ഞാൽ ബാക്കിയാകുക എന്നുള്ള അർത്ഥം കേട്ടോ, അവശേഷിക്കുക. അതേപോലെ തന്നെ പിന്നെ രക്ഷപ്പെടുക എന്നുള്ള അർത്ഥമുണ്ട്, രക്ഷപ്പെടുക എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ബാക്കിയാകുക, റൊട്ടി രക്ഷപ്പെടുക, റൊട്ടി ഇവിടെ ബാക്കിയാകും, രക്ഷപ്പെടുക. അപ്പൊ ദൂസരി 10 റൊട്ടിയാൻ പോയി, പിന്നെ 10 റൊട്ടി ബാക്കിയുണ്ട്. ഉസ്സെ അതുകൊണ്ട് മേരെ ദോനോ ബേട്ടോ, എന്റെ 2 മക്കളുടെയും അവർ നൗക്കറൊക്കെ കാണിച്ചല, എന്റെ വേലക്കാരുടെയും ജോലി നടന്നു എന്ന് പറഞ്ഞാൽ എന്താ? ജോലി നടക്കാനാല് അവിടെ എന്താ ഉദ്ദേശിക്കണേ? അവരത് ഭക്ഷിച്ചു എന്നർത്ഥം അല്ലെ, അവരവരുടെ വിശപ്പകറ്റി എന്നർത്ഥം. അത് തിന്നിട്ട് അതാണ് അവിടെ ജോലി ചെയ്തു എന്നാണ്. എന്തിനു പറയാ, എന്റെ ഭാഗത്ത് എനിക്ക് ഒരു പേട് റൊട്ടിയായി, 1.5 റൊട്ടി. പേട് എന്ന് പറഞ്ഞാൽ 1.5 റൊട്ടിയാണ് എനിക്ക് വന്നുള്ളത്. എനിക്ക് വന്നുള്ളത് എനിക്ക് കിട്ടിയില്ലേ. ഫിർബി എങ്കിലും തസല്ലിത്തി, ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. എന്തിനാ സംതൃപ്തി? മേരി റൊട്ടിയോം സേ, എന്റെ ഈ റൊട്ടി കൊണ്ട് മെഹർനിസ ഉസ്കി 2 ബേട്ടിയാം കി ഭൂക്ക് തോബുച്ചി, മെഹർനിസയും അവരുടെ 2 മക്കളുടെയും പെൺമക്കളുടെയും വിശപ്പ് അകറ്റി. ആ ഒരു ആശ്വാസം അല്ലെ, ആ ഒരു സമാധാനം നിൽക്കേണ്ടത്. മേരക്ക എനിക്കെന്താ, മേരിത്വ ഭൂക്കിന് എനിക്ക് ആദ്യത്വം, എനിക്ക് വിശന്നിരിക്കാനുള്ള ഒരു സ്വഭാവം, ഒരു ശീലം പെട്ടിട്ടുണ്ട്. എനിക്ക് വിശന്നിരിക്കാനുള്ള ഒരു ശീലം വന്നുപെട്ടിട്ടുണ്ട്. മിർസാഖാലി പറയാ അല്ലേ, മിർസാഖാലി എന്തുകൊണ്ടാ വിശന്നിരിക്കാനുള്ള ശീലമായി മാറിയത് നമുക്കറിയാലോ. ഇംഗ്ലീഷുകാരൊക്കെ വന്നപ്പോ ഇവരുടെ തെരുവില് എന്താണ് ആ ഗേറ്റ് അടച്ചു അല്ലേ, ഗേറ്റ് ഡോർ അടിച്ചു. അങ്ങനെ അവരതിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ടു, അവർക്ക് ഭക്ഷണം ഇതൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ അവർ വിശപ്പ് സഹിച്ചിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം, ആ ചോദ്യത്തിന് ഉത്തരമായിട്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയം നിവാരണം 2 മിനിറ്റ് കൂടെ ഉള്ളൂ നമ്മുടെ സമയത്തിന്. അപ്പൊ അതുകൊണ്ട് ഞാൻ സംശയം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയാം. നോ, സംശയമില്ല എന്നർത്ഥം അല്ലേ. ക്ലിയർ ആണ്? ഖദീജ മെഹർ പറഞ്ഞ ക്ലിയർ ആണ്. അവസാന വരിയിൽ എന്തുകൊണ്ട് മേരി വന്നോ? യെസ്, വെരി ഗുഡ്. അങ്ങനത്തെ ചോദ്യമാണ്, അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അവസാനത്തെ വരിയിൽ എന്തുകൊണ്ട് മേരി വന്നു ഒന്ന് പോട്ടെ. ഞാൻ ഇവിടെ അവസാനത്തെ വരി
ആ ബൂക്ക എന്നുള്ളത് അത് സ്ത്രീലിംഗ് ആയതുകൊണ്ടാണ്. മേരിത്തോ ബൂക്കാരെണ്ണി, എനിക്ക് വിശന്നിരിക്കാൻ. അവിടെ ബൂക്ക എന്നുള്ളത് വിശപ്പ് എന്നുള്ളത് എന്തിനാ, വിശപ്പുള്ള എന്നുള്ളത് അത് സ്ത്രീലിംഗ് ആണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് മേരി വന്നത്, മേ പ്ലസ് ടി. അതുകൊണ്ടാണ് മേരി വന്നത്. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. വളരെ കറക്റ്റ് ചോദ്യം. എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാം. ملجأ